ഇനി ഐശ്വര്യമായിട്ട് രണ്ടുപേരും വലതുകാല് വെച്ച് അകത്തേക്ക് കയറും. മോളെ, കല്യാണം ആർഭാടമായിട്ട് നടന്നത് അവൻ കാണണം. മോള് കുറെ വീഡിയോസ് ഒക്കെ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് അവൻ അയച്ചു കൊടുക്ക്, അവൻ കാണട്ടെ. ഇനി എന്തിനാ അവൻ അങ്ങനെ കാണുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? അതൊക്കെ ചെല്ലുമ്പോഴേ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. അവനിപ്പോ അവന്റെ ഭാര്യയും കൂട്ടുകാരനും കൂട്ടുകാരന്റെ പെണ്ണും മാത്രം മതി, ബാക്കി ആരും വേണ്ട. അയ്യോ, ഈ ചികിത്സയോടെ അവന്റെ ശരീരം ആസകലം തളർന്നങ്ങ് പോയാ മതിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഭാർഗവേട്ട? ഇത്രയും നാള് മുന്നിൽ നിന്ന് കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് അവസാനം അവന്റെ കല്യാണം കഴിഞ്ഞപ്പോ അവനങ്ങ് കാലുമാറി കളഞ്ഞില്ലേ? ഒന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല സീമന്തിരി. അവൻ കാണിച്ച നന്ദികേടിനും നെറുകേടിനും അവന് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? അതെ അതെ. ബന്ധുക്കളൊക്കെ പുറത്തിരിക്കുമ്പോ അമ്മ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ ഇങ്ങനെയൊന്നുമല്ല എന്റെ മോളെ പറഞ്ഞു വിടാനിരുന്നത്. നമ്മുടെ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, എന്റെ മോളെ പറഞ്ഞു വിടുമ്പോ മോളുടെ ശരീരത്തില് 100-300 പവൻ കാണുമെന്ന്. ഈ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണമായിരിക്കും എന്റെ മോളുടെ കല്യാണമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടിപ്പോ എനിക്ക് എങ്ങനെ ഇറക്കി വിടേണ്ടി വന്നല്ലോ. ഇപ്പോഴും കുറവൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ. ആവശ്യത്തിന് സ്വർണം മഞ്ജുവിന്റെ കഴുത്തിലും കയ്യിലും കാതിലും ഉണ്ടായിരുന്നു. ഇത് വാശിയോടെ നടത്തിയ കല്യാണമല്ലേ അമ്മേ? അയാളില്ലെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല. ആര് പറഞ്ഞു ഉണ്ടായില്ലെന്ന്? സദ്യയെ പറ്റിയൊന്നും ആർക്കും വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ ചെലവില നമ്മള് സദ്യയൊക്കെ അറേഞ്ച് ചെയ്തത്. വന്നവരാണെങ്കിലോ കണ്ണനെവിടെ കണ്ണനെവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ ചോദിച്ചാ നന്നായില്ലേ അമ്മേ? അയാളുടെ സ്വഭാവം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ?